കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ആമേൻ. വളരെ അനുഗ്രഹീതമായ ഈ നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ ഞാൻ ഒത്തിരി സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ കാണുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം തരുന്ന ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അസാധാരണമായ നിലയിൽ കർത്താവ് നമ്മുടെ നടുവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് ഒത്തിരി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഞാൻ ഒത്തിരി ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന പ്രിയ ജോഷോക്കുട്ടി സാറ്, പ്രിയ അഭിഷേക്തൻ നമ്മളോട് ഒരുമിച്ചുണ്ട്. കർത്താവിന് ഒത്തിരി സ്തോത്രം ചെയ്യുന്നു. പ്രിയ സാറിനോടുള്ള പ്രത്യേക സ്നേഹത്തെ, വന്ദനത്തെയും അറിയിക്കുകയാണ്. ഇവിടെ മീറ്റിങ്ങുകളിലേക്ക് ഓർത്ത് നല്ല ഒരു പ്രാർത്ഥന സപ്പോർട്ട് തരുവാൻ പ്രിയ അഭിഷേക്തനെ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. കർത്താവ് ദേശത്ത് ശക്തമായി തന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കായി സ്തോത്രം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇതുവരെ ഇല്ലാത്തൊരു പോരാട്ടം, ഇതുവരെ ഇല്ലാത്ത ഒരു പ്രതികൂലം, അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, മെലീത്തയുടെ ശക്തി നമ്മുടെ കയ്യിൽ ഒതുങ്ങാൻ തുടങ്ങുക. ഹല്ലേലൂയ. പൗലോസ് മെലീത്തയ്ക്കകത്ത് കടന്നു പോകണം, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പക്ഷെ തൻ്റെ യാത്രയിൽ ആ ദേശത്ത് കാല് കുത്തിക്കത്തില്ലെന്ന് പറയുന്ന ചില പോരാട്ടങ്ങൾ ഇന്ന് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ചിന്തിക്കുകയാണ്. രാവിലെ മുതൽ ഇതുവരെ ഇല്ലാത്ത, കറണ്ട് പോകുന്നു, വോൾട്ടേജിൻ്റെ പ്രശ്നം, സൗണ്ടിൻ്റെ പ്രശ്നം. ഞാൻ ഒരു കാര്യം ചിന്തിക്കുക, പട്ടണഭൂതങ്ങൾ ഈ മാവേലിക്കരെ അടക്കി ഭരിക്കുന്ന ചില മെലീത്തയുടെ ഹല്ലേലൂയ ചില പട്ടണഭൂതങ്ങൾ ഹല്ലേലൂയ ഇന്ന് പകൽ ഇതിനകത്തു നിന്ന് ആമേൻ. ആ യാത്രയിൽ താൻ എത്രയെല്ലാം പ്രതിസന്ധി അനുഭവിച്ചു. വെള്ളവും വെളിച്ചവും വെട്ടവും ഒന്നും കാണാത്ത 10-14 ദിവസങ്ങൾ, സൂര്യനെയോ ചന്ദ്രനെയോ കാണാത്ത ഹല്ലേലൂയ ആ യാത്ര തകരുമെന്ന് പലരും ചിന്തിച്ചു. പക്ഷെ ആ രാത്രി ദൈവം ഇടപെടുകയാ. ഇല്ല പൗലോസേ, ഇല്ല പൗലോസേ, നിന്നെ എനിക്കവിടെ കാല് കുത്തിക്കണം. ഓ ഹല്ലേലൂയ. കർത്താവിന് നിങ്ങളെ എവിടേക്കോ കാല് കുത്തിക്കണം. പ്രിയ അഭിഷേക്തൻ ഹല്ലേലൂയ രാവിലെ ഒരു പദം പറഞ്ഞു. വീടൊക്കെ നമ്മൾ ഹല്ലേലൂയ എക്സ്റ്റൻഷൻ ചെയ്യാറുണ്ട്. നമ്മുടെ വീടുകളൊക്കെ ഹല്ലേലൂയ ഒന്ന് പഴകുമ്പോൾ അല്ലെങ്കിൽ ഹല്ലേലൂയ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് എക്സ്റ്റൻഷൻ ചെയ്യാറുണ്ട്. അത് കഴിയുമ്പോൾ എത്ര മനോഹരമാണ് ആ വീട് കാണാൻ. ഹല്ലേലൂയ പഴയ സാഹചര്യം മാറുന്നു, പഴയ കളറുകൾ മാറുന്നു, പഴയ ലെവലുകൾ മാറുന്നു, എന്തൊക്കെയോ ചിലത് കൂടി ആഡ് ചെയ്യുന്നു. ഹല്ലേലൂയ അങ്ങനെയാണെങ്കിൽ ഇന്ന് നിന്റെ ലൈഫിനകത്ത് ദൈവം ഒരു എക്സ്റ്റൻഷൻ ചെയ്ത് നീ ഇന്നലെ വരെ കാണാത്ത ചില ചേഞ്ചുകൾ, നീ ഇന്നലെ വരെ അനുഭവിക്കാത്ത ചില ചേഞ്ചുകൾ, ഇന്നലെ വരെ നിനക്ക് ആഡ് ചെയ്യാൻ കഴിയാത്തത് എന്തോ ഒന്ന് ഇന്ന പദം പരിശുദ്ധാത്മാവ് വെറുതെ അല്ല ഇതിനകത്തിട്ടത്. ഇന്ന പദം പരിശുദ്ധാത്മാവ് വെറുതെ അല്ല ഇതിനകത്തിട്ടത്. കർത്താവിന് നിങ്ങളുടെ ലൈഫിനകത്ത് ചിലത് ചെയ്യാനുണ്ട്. കർത്താവിന് നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു റിനോവേഷൻ, ഒരു എക്സ്റ്റൻഷൻ ചെയ്യാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലാത്തത് എന്തൊക്കെയോ കൂട്ടിച്ചേർക്കുവാൻ, ഇല്ലാത്തത് ഇന്നലെ വരെ ഇല്ലാത്തത്, ഇന്നലെ വരെ കാണാത്തത്, ഇന്നലെ വരെ ചുരുങ്ങിയിരുന്നത്, ഇന്നലെ വരെ ചെറുതായിരുന്നത് എന്തോ ഒന്ന് നിന്റെ ലൈഫിനകത്ത് ചെയ്യുവാൻ. എനിക്കറിയാം കർത്താവ് ആരൊക്കെയോ തൊട്ടുകൊണ്ടിരിക്കുകയാ. നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്തത് എന്തോ ഒന്ന് ഈ പകൽ കൂടിച്ചേരാൻ തുടങ്ങുകയാ. ഇന്നലകളിൽ നിനക്ക് കാണാൻ കഴിയാത്തത്, ഇന്നലകളിൽ നിനക്ക് അനുഭവിക്കാൻ കഴിയാത്തത്, ഇന്നലകളിൽ നിന്റെ കൺമുൻപിൽ നിന്ന് പിശാച് തട്ടിപ്പറിച്ചത് ഇന്ന് സ്വർഗ്ഗത്തിലെ ദൈവം
ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എക്സ്റ്റൻഷൻ. ഹല്ലേലൂയ. എനിക്ക് ആ പദം അങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ട അഭിഷേക്തരെ. വെറുതെ അല്ല പദം ഇതിനകത്ത് കർത്താവ് ചെയ്തത്. ആ കർത്താവ് ഇതിനകത്ത് പറഞ്ഞത് എക്സ്റ്റൻഷൻ. ഹല്ലേലൂയ. ഇല്ലാത്തത് വലുതാക്കുന്നു, ചെറുതിനെ വലുതാക്കുന്നു. ഹല്ലേലൂയ. 2 മുറിയുള്ള ഒരു വീട് നമുക്കുണ്ടെങ്കിൽ ഹല്ലേലൂയ അതിനെ ഒരു 3 മുറിയാക്കുവാൻ, അല്ലെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അതിനെ വിശാലമാക്കുവാൻ. നിങ്ങളുടെ ലൈഫിൽ എവിടെയാ ശൂന്യത? കർത്താവിനോടൊന്ന് പറയാം, കർത്താവ് എന്നെ ഒന്ന് എക്സ്റ്റൻഷൻ ചെയ്യണം, എൻ്റെ ലൈഫിനൊന്ന് എക്സ്റ്റൻഷൻ ചെയ്യണം. ഇല്ലപ്പാ, ഹല്ലേലൂയ, എനിക്കൊരു വിശാലത വേണം, എനിക്കൊരു വിശാലത വേണം. ദൈവത്തിൻ്റെ കൈ അതിനകത്ത് ഇടപെട്ടാൽ, ദൈവത്തിൻ്റെ കൈ അതിനകത്ത് ഇടപെട്ടാൽ ഹല്ലേലൂയ അതിനകത്തൊരത്ഭുതം ഒളിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ അതിനകത്തൊരത്ഭുതം വെളിപ്പെട്ട് വരൂ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ, ദൈവത്തിന് നിന്നെ എവിടൊക്കെയോ പുതുക്കാൻ, പഴയതായിരിക്കുന്ന ആരെയോ തമ്പുരാനെ പുതുക്കാനുണ്ടെന്ന്. ആരെയോ ദൈവത്തിന് പുതുക്കുവാൻ, ആരെയോ ദൈവത്തിന് പുതുക്കുവാൻ. കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ച്, അന്യഭാഷ പറയാമെങ്കിൽ നന്നായി അന്യഭാഷ പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരു ഭയങ്കര പുതുക്കം, ഒരു വലിയ പുതുക്കം യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ ഈ മാസത്തിൽ നിനക്ക് സംഭവിക്കുന്നു. ഈ നവംബർ മാസത്തിന്റെ 1-ാം തീയതി ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്. ഈ നവംബർ മാസം 1-ാം തീയതി ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാ. നിങ്ങളുടെ വീടുകൾക്കകത്തൊരു എക്സ്റ്റൻഷൻ, നിങ്ങളുടെ വ്യക്തിപരമായ ലൈഫിലൊരു എക്സ്റ്റൻഷൻ, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിലൊരു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശൂന്യതകൾ പണിയട്ടെ. ഹല്ലേലൂയ. ഞെരുക്കങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിരുകൾ വിശാലമാകട്ടെ. കരമടിച്ചു 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 ആത്മാവിൽ റിസീവ് ചെയ്യൂ. യേശുവിന്റെ നാമത്തിൽ ഒരു അസാധാരണ ദൈവശക്തി തൊടുന്നു. എനിക്കറിയാം ഈ അറ്റം മുതൽ മറ്റേ അറ്റം വരെ അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കുകയാ. ഇന്നലെ വരെ നീ അനുഭവിച്ച ചില ശൂന്യതകൾ കഴിഞ്ഞ 10 മാസം ഹല്ലേലൂയ നീ അനുഭവിച്ച ശൂന്യതകൾക്ക് പിറകിൽ വ്യാപരിച്ച സ്പിരിറ്റിനെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ നിന്റെ കൂടാരത്തിനകത്ത് നിന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ദൂതനെ പിടിക്കുക, ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പിടിക്കുക. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കണേ. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവശക്തി തൊടുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ ദൈവത്തിന്റെ സാന്നിധ്യം. പറഞ്ഞ ഈ നവംബർ മാസത്തില് എന്റെ വീടിനകത്ത് അത് സംഭവിക്കട്ടെ, എന്റെ വീടിനകത്ത് അത് സംഭവിക്കട്ടെ, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. ഈ 1-ാം തീയതി വായ് തുറന്ന് പറയുമ്പോ, നീ വായ് തുറന്ന് പറയുമ്പോ എവിടൊക്കെയോ തമ്പുരാൻ ചിലത്, എവിടൊക്കെയോ ദൈവം ചിലത് ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവചന ശബ്ദം കൈമാറുന്നു. എനിക്കൊരു വിശാലത ഉണ്ടാകുമോ എന്ന് ചോദിച്ച് ഇന്ന് രാവിലെ ഇതിനകത്ത് കയറി ആരോ ഉണ്ട്. എനിക്കൊരു നന്മ ഉണ്ടാകുമോ എന്ന് ചോദിച്ച് ഇതിനകത്ത് കയറി ആരോ ഉണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാ. കാനാവിലെ കല്യാണ വീട്ടില് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവത്തെ നിനക്കറിയാമോ? സാരാഭാത്തിനകത്ത് ദാരിദ്ര്യത്തിന്റെ കെട്ടിനെ പൊട്ടിച്ച ദൈവത്തെ നിനക്കറിയാമെങ്കിൽ ഇന്ന് പകൽ നിന്റെ ലൈഫിനെ തിരിക്കാൻ കർത്താവ് നിങ്ങളെ ഇതിനകത്ത് കൊണ്ടുവന്നത്
എന്തൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. ഇതിലെ പോകുന്ന പലർക്കും ഹല്ലേലൂയ കിട്ടാത്തത് എന്തോ ഒന്ന് ഹല്ലേലൂയ നിന്റെ ലൈഫിനകത്ത് സംഭവിച്ചത് കൊണ്ട് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിന് എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഈ നവംബർ മാസത്തിൽ കർത്താവിൻ്റെ ലൈഫിനകത്ത് വലിയൊരു എക്സ്റ്റൻഷൻ ചെയ്യുമെന്ന്. ഈ പദം നിങ്ങൾ നിങ്ങളുടെ ഡയറിയിലോ എവിടെയെങ്കിലും ഒന്ന് എഴുതിയിടണേ. അപ്പോൾ അതിന് ഭയങ്കര ദൈവശക്തിയുണ്ട്. വെറുതെ അല്ല അഭിഷക്തൻ്റെ നാവിലൂടെ കർത്താവ് ആ പദം ഇതിനകത്ത് ഇട്ടത്. ഞാൻ ആ പദത്തെ അങ്ങ് പിടിക്കുക. ഞാൻ ആ പദത്തെ അങ്ങ് എടുക്കുക. കാരണം എൻ്റെ ലൈഫിനകത്ത് കർത്താവിന് എന്തൊക്കെയോ ആഡ് ചെയ്യാനുണ്ട്. ഈ 25-ൽ ഞാൻ കാണേണ്ടത്, 25-ൽ ഞാൻ കേട്ട ദൈവ ശബ്ദം 26-ലേക്ക് മാറ്റി വെക്കത്തില്ല, 26-ലേക്ക് മാറ്റി വെക്കത്തില്ല, 25-ൽ തന്നെ. ഹല്ലേലൂയ. 25-ൽ നീ കേട്ടത് 25 തന്നെ നടക്കും. അത് 26-ലേക്ക് പോകത്തില്ല. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ തലമുറയോട് ഞാൻ കേട്ട ദൈവ ശബ്ദം, എൻ്റെ തലമുറയോട് ഞാൻ കേട്ട വാഗ്ദത്തം, ഹല്ലേലൂയ, എൻ്റെ കുടുംബത്തോട് ഞാൻ കേട്ട വാഗ്ദത്തം അടുത്ത ഇയറിലേക്ക് പോകത്തില്ല. ഉറപ്പുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വേഗത്തിലൊരു വേദഭാഗം ഒന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 27-28 വേദഭാഗം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 27-28 വേദഭാഗം. ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 27-28. ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൻ്റെ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. 29. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ ഒഴിഞ്ഞ്, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർ എല്ലാവരും ആ പദം ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാമോ? ഹല്ലേലൂയ. വായിച്ച കുറിവാക്യം, ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി. ആ സ്ത്രീയെ പറ്റിയാണ് ആ പാരഗ്രാഫിൽ. വളരെ സുപരിചിതമാണ്, നമ്മളൊക്കെ ഒത്തിരി ഈ ഭാഗത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ടൊരു പദം പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് തരികയാണ്. ഹല്ലേലൂയ. ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു യേശുവിനെ പറ്റി കേട്ടു. പക്ഷെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവളുടെ അകത്ത് ഒരു ചിന്ത, ഒന്ന് തൊടണമെന്ന്. ഇന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് യേശുവിനൊന്ന് തൊടണമെന്ന്? ഹല്ലേലൂയ. യേശുവിനൊന്ന് തൊടണം. തൊട്ടാൽ സൗഖ്യം ഉറപ്പാണ്. തൊട്ടാൽ നീ കൊണ്ടുവന്ന വിഷയം ഇവിടെ നീ കളയും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. കർത്താവേ, ഈ മീറ്റിംഗ് പൂർത്തീകരിക്കുന്നതിന് മുന്നേ, ആശീർവാദം പറയുന്നതിന് മുന്നേ എനിക്ക് യേശുവിനെ തൊടണമെന്ന്, യേശുവിനെ ഒന്ന് തൊടണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എൻ്റെ ചിന്ത,
പല വൈദ്യന്മാരിലും പോയി ചികിത്സിച്ച് തനിക്കുണ്ടായിരുന്നതെല്ലാം കൊടുത്ത് എല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാ. ഹല്ലേലൂയ. അപ്പം യേശുവിനെ പറ്റി വർത്തമാനം കേട്ടു യേശു സൗഖ്യം കൊടുക്കുന്ന വ്യക്തിയാണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ ഈ സ്ത്രീ തൊടണമെന്നാണോ ആഗ്രഹിക്കേണ്ടത്? യേശുവിനെ കൊണ്ട് തന്നെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിപ്പിക്കണമെന്നാണോ ആഗ്രഹിക്കേണ്ടത്? നമ്മളൊരു സൗഖ്യത്തിന് വേണ്ടി വരുമ്പോൾ, നമ്മളൊരു പ്രാർത്ഥനാ വിഷയത്തിൽ ഒരു മീറ്റിങ്ങിനകത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തുവാ? അവിടെയുള്ള ദൈവദാസന്മാർ നമ്മളെ വന്നൊന്ന് തൊട്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇതാ നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ സ്ത്രീ ഡിഫറൻ്റ് ആയിട്ടൊരു തിങ്കിങ്. ഈ സ്ത്രീ ചിന്തിക്കുകയാ, എനിക്കൊന്ന് തൊടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ഇങ്ങോട്ട് വന്ന് തൊടാൻ സാധ്യതകൾ ഒരുപക്ഷെ കാണത്തില്ല. കാരണം അത്രയും വലിയ പുരുഷാരത്തിൻ്റെ നടുവിൽ ഹല്ലേലൂയ എനിക്കതിന് കഴിഞ്ഞില്ല. പക്ഷെ എനിക്ക് സൗഖ്യം വേണം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് ഹല്ലേലൂയ എനിക്കവനെ തൊടണം, എനിക്കവനെ തൊടണം, എനിക്കവനെ അറിയണം, ആ സാന്നിധ്യത്തെ എനിക്കൊന്ന് പിടിക്കണം, ആ ശക്തിയെ എനിക്കൊന്ന് പിടിക്കണം. ഇന്ന് പകൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് യേശുവിനെ ഒന്ന് തൊടണമെന്ന്. ഹല്ലേലൂയ. യേശുവിനെ തൊട്ടണം. തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട്, തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. അപ്പൊ രക്ഷപ്പെടാനുള്ള സകല സാധ്യതകളും കഴിഞ്ഞു. രക്ഷപ്പെടാനുള്ള അവസാന കച്ചിത്തുരുമ്പും നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞ കഴിഞ്ഞു. ഇനി ഒറ്റ പ്രതീക്ഷയുള്ളൂ, യേശുവിനെ ഒന്ന് പിടിക്കണം, യേശുവിനെ ഒന്ന് തൊടണം. ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ, നിന്റെ രക്ഷപ്പെടാനുള്ള സകല മാനുഷികമായ സാധ്യതകളും അടഞ്ഞോ. ഹല്ലേലൂയ. നിന്റെ സാഹചര്യങ്ങൾ മുഴുവനും അടഞ്ഞോ. നീ പ്രതീക്ഷിച്ച വഴികൾ അടഞ്ഞോ. പക്ഷെ ഇന്ന് ആത്മാവിൽ പറ, യേശുവിനെ ഒന്ന് തൊട്ടാൽ, യേശുവിനെ ഒന്ന് തൊട്ടാൽ ഹല്ലേലൂയ എന്റെ വിഷയത്തിനകത്ത് ഒരു പരിഹാരമുണ്ട്. ഓ, കൊതിയുള്ള ആരൊക്കെ ഇന്നുണ്ടെങ്കിൽ, ആരൊക്കെ കൊതിയുണ്ട് യേശുവിനെ ഒന്ന് തൊടണമെന്ന്, യേശുവിനെ ഒന്ന് തൊടണമെന്ന്? ഇന്ന് പകൽ എത്ര പേർക്ക് കൊതിയുണ്ട് നിന്റെ ലൈഫിനകത്ത് ദൈവം ചിലത് തിരിക്കാൻ? എന്താ പരിശുദ്ധാത്മാവ് ആരോട് പ്രവചിക്കുകയാ? നീ റെഡിയാണെങ്കിൽ, നീ ഒന്ന് തൊടാൻ തയ്യാറാണെങ്കിൽ, ഒരു വലിയ ശക്തി നിനക്ക് വേണ്ടി, ഒരു വലിയ ശക്തി നിനക്ക് വേണ്ടി. അത്രയും വലിയ പുരുഷാരത്തിന്റെ ഇടയില് എനിക്ക് മനസ്സിലായത്, യേശുവിനെ മുട്ടിയ പലരും കാണും, യേശുവിനെ തട്ടിയ പലരും കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ കയ്യോ കാലോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട പലരും കാണും. കാരണം വലിയ പുരുഷാരവാ. പക്ഷെ തൊട്ടത്, ഹല്ലേലൂയ, തൊട്ടത്, തൊടണമെന്നുള്ള ആഗ്രഹത്തോടെ ചെന്നത് ഈ ഒരൊറ്റ വ്യക്തിയെ ഉള്ളായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ, ഇന്ന് പകൽ ആഗ്രഹത്തോടെ കയറി വന്ന് ഇതിനകത്ത് ഇരിക്കുകയാണോ? ആഗ്രഹത്തോടെ കയറി വന്ന് ഇതിനകത്ത് ഇരുന്നോ? ദൈവം നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുമെന്ന്. 2-3 മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ചേ, യേശുവേ അങ്ങേ ഞാനൊന്ന് തൊടാൻ. ഹല്ലേലൂയ. എനിക്ക് മനസ്സാണ് ആ സാന്നിധ്യത്തിനകത്തൊന്ന് ഇരിക്കാൻ. എനിക്ക് ഹല്ലേലൂയ. ഉടനെ യേശു ചോദിക്കുക, എന്നെ തൊട്ടതാരാ? ഹല്ലേലൂയ. എന്നെ തൊട്ടതാരാ? ഹല്ലേലൂയ. കൂടെ നിന്നപ്പോൾ യേശുവേ, ഹല്ലേലൂയ, ഇത്രയും പുരുഷാരത്തിന്റെ ഇടയ്ക്ക് എങ്ങനെ കണ്ടുപിടിക്കാനാ? ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, തൊട്ടവർക്ക് വേണ്ടി എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി പുറപ്പെട്ട് കഴിഞ്ഞു. തൊട്ടവന്റെ ലൈഫിനെ തിരിക്കുവാൻ എൻ്റെ ശരീരത്തിനകത്തു നിന്ന് എന്തോ ഒന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. തൊട്ടവന്റെ ലൈഫിനെ മാറ്റുവാൻ, തൊട്ടവന്റെ ജീവിതത്തിനകത്ത് ചേഞ്ച് ഉണ്ടാക്കുവാൻ എൻ്റെ ശരീരത്തിനകത്തു നിന്ന് ഒരു ശക്തി വെളിപ്പെട്ടു. ഏതാ ശക്തി? ഉയർപ്പിന്റെ ശക്തി. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹത്തോടെ വന്നിട്ടുണ്ട്? എല്ലാവരും പറഞ്ഞ പദം തൊടുക. യേശുവിനെ ഒന്ന് തൊടുക.
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ തൊടുക. ഹല്ലേലൂയ. എങ്ങനെ യേശുവിനെ തൊടുന്നേ? ഹല്ലേലൂയ. സാന്നിധ്യത്തോട് ചേർന്നിരുന്ന്, ഹല്ലേലൂയ, ആ സാന്നിധ്യത്തോട് ചേർന്നിരുന്ന്, ഹല്ലേലൂയ, ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നീ ഇരിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഹല്ലേലൂയ ആ സാന്നിധ്യം ഇറങ്ങി വരൂ. നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരൂ. ഞാൻ പറയാ, നിനക്ക് വേണമെങ്കിൽ കെട്ടിപ്പിടിക്കാം, നിനക്ക് വേണമെങ്കിൽ ചേർന്നിരിക്കാം, നിനക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഹല്ലേലൂയ. ഈ സ്ത്രീക്ക് ആ സാഹചര്യത്തിനകത്ത് പോകാനുള്ള, അല്ലെങ്കിൽ ആ പുരുഷാരത്തിന്റെ നടുവിൽ പോകാനുള്ള യാതൊരു കപ്പാസിറ്റി ഇല്ല. കാരണം ഹല്ലേലൂയ അവളുടെ ശരീരം അത്രയ്ക്ക് ബലഹീനമാ, അവളുടെ ശരീരം അത്രയ്ക്ക് ക്ഷീണമാ. ഹല്ലേലൂയ പോകാൻ അവൾക്ക് കഴിയത്തില്ല. പക്ഷെ അവളുടെ അകത്തൊരാഗ്രഹം പോകുക മാത്രമല്ല, എനിക്ക് യേശുവിനെ തൊടുകയും കൂടെ വേണോ. പോയാൽ മാത്രം പോരാ. ഹല്ലേലൂയ ചുമ്മാതെ കൂട്ടായ്മയ്ക്കകത്ത് വന്ന് 2 മണിക്കൂർ ഇരുന്നിട്ട് പോയാ പോരാ. ഹല്ലേലൂയ ചുമ്മാതെ എന്തെങ്കിലും വന്ന് 2 മണിക്കൂർ കേട്ടിട്ട് പോയാ പോരാ. ഇന്ന് നീ ആ സാന്നിധ്യം കൊണ്ട് പോകാമോ? കരപടിക്കാമെങ്കിൽ കരപടിച്ചോ. ഹല്ലേലൂയ കാന്യഭാഷ പറയാമെങ്കിൽ ആ സാന്നിധ്യത്തെ നന്നായി സ്വീകരിക്കുക. ചില ഭാരങ്ങൾ മാറുന്നു. പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. സ്കിന്നുമായി ബന്ധപ്പെട്ട് ഹല്ലേലൂയ അങ്ങനെയുള്ള ചില രോഗികൾ ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. കർത്താവ് ഇന്ന് ആരെയോ സൗഖ്യമാക്കാൻ തുടങ്ങുകയാ. ശരീരത്തിനകത്ത് ഹല്ലേലൂയ ത്വക്കുമായി ബന്ധപ്പെട്ട് അലർജി പോലെയുള്ള എന്തോ ഒരു രോഗത്തെ കർത്താവ് ഈ മിനിറ്റിൽ സൗഖ്യമാക്കുകയാ. നിങ്ങൾ ദിവസങ്ങളിൽ ഈ മിനിറ്റുകൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. അസാധാരണമായ ഒരു ദൈവശക്തി ശരീരത്തിനകത്ത് നിറയുന്നത് ഞാൻ കാണുന്നു. ഹല്ലേലൂയ ഈ അന്തരീക്ഷത്തിനകത്ത് ഒരു വലിയ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുകയാ. 2-3 മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവിനെ ഒന്ന് തൊടുവാൻ, യേശുവിന്റെ സാന്നിധ്യത്തെ ഒന്ന് കെട്ടിപ്പിടിക്കുവാൻ ഒന്ന് പ്രാർത്ഥിച്ചേ. എല്ലാവരും ഒന്ന് തൊടുവാൻ. ഹല്ലേലൂയ ഒന്ന് തൊടുവാൻ. ഇന്നലകളിൽ ഒരുപക്ഷെ ഈ സഹോദരിയെ ഒത്തിരി ഡോക്ടർമാര് ചികിത്സിച്ച് കാണും. അതുകൊണ്ട് അവിടെ എഴുതി വെച്ചത് പല വൈദ്യന്മാരും അവരെല്ലാം ഇവളെ തൊട്ട് ചികിത്സിച്ചു. പക്ഷേ വിടുതൽ നടന്നത് ഇവള് തൊട്ടപ്പോഴാ. ഹല്ലേലൂയ ഇവൾ അങ്ങോട്ട് തൊട്ടപ്പോഴാ. ഹല്ലേലൂയ ഇവളുടെ ശരീരത്തില് ഹല്ലേലൂയ ആ വിടുതൽ സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഞാൻ പറയട്ടെ, നീ അങ്ങോട്ട് റെഡിയാണെങ്കിൽ ദൈവവുമായുള്ള ബന്ധത്തിന് ഹല്ലേലൂയ ദൈവവുമായി അടുത്തിരിക്കുവാൻ, ദൈവ സാന്നിധ്യത്തിൽ മൂവ് ചെയ്യുവാൻ നീ റെഡിയാണെങ്കിൽ ഹല്ലേലൂയ ഇന്നലകളിൽ കാണാത്തത് എന്തോ ഒന്ന് നിന്റെ ശരീരത്തിനകത്ത് തുറക്കുക, നിന്റെ ശരീരത്തിനകത്ത് ചെയ്യുക. എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ പറഞ്ഞ അതിന് ആത്മാവിൽ സ്വീകരിക്കുന്ന എത്ര പേർ ഇന്ന് പകൽ? ഇന്നലെ രാത്രി ആ പദം എന്നെ ഒത്തിരി ചലിപ്പിക്കാനിടയായി. ഹല്ലേലൂയ പോകുന്നതിന് മുന്നേ സഹോദരി ആഗ്രഹിക്കുകയാ, പോയില്ല. അതിനു മുന്നമേ ഒരുപക്ഷെ വീട്ടിലിരുന്നുകൊണ്ട് അങ്ങ് ചിന്തിക്കുക. ഞാൻ അങ്ങനെ അങ്ങ് ചിന്തിക്കുകയാണേ, യേശുവിനൊന്ന് തൊട്ടാൽ ഹല്ലേലൂയ എന്നെ ഭയങ്കര ഹല്ലേലൂയ ആഗ്രഹവാ, എന്നാ വലിയൊരു ആഗ്രഹവാ അതല്ലേ. ഹല്ലേലൂയ തൊട്ടാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അത്ര വലിയ ആഗ്രഹമുണ്ട് യേശുവിനെ തൊടണമെന്ന്? ഹല്ലേലൂയ യേശുവിനെ ഒന്ന് തൊടണം. ഈ മിനിറ്റിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയാം, ഈ മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുന്നേ നിങ്ങളത് അനുഭവിക്കും. ഒരു ദൈവശക്തി നിങ്ങൾക്ക് വേണ്ടി റെഡിയായിരിക്കുന്നെന്ന്, ഒരു ദൈവശക്തി നിങ്ങൾക്ക് വേണ്ടി റെഡിയായിരിക്കുന്നത് പരിശുദ്ധ ആത്മ പ്രവചിക്കുകയാ. ഹല്ലേലൂയ വസ്ത്രമെങ്കിലും തൊട്ടാൽ
ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൻ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ, തൊട്ട ഉടനെ ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു. അടുത്ത പദം എഴുതി വെച്ചിരിക്കുന്നു, ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. അപ്പൊ ഇതിൻ്റെയൊക്കെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ബാധയുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നില് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ സ്ട്രഗിളിങ്ങിൻ്റെയും പിന്നില്, നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ ബുദ്ധിമുട്ടിൻ്റെയും പിന്നില്, നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധിയുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. ഹല്ലേലൂയ. ഈ സ്പിരിറ്റിനെ ഹല്ലേലൂയ കൈകാര്യം ചെയ്യണമെങ്കിൽ നിന്റെ അകത്തൊരു ശക്തി വേടണം. ഹല്ലേലൂയ. ഈ സ്പിരിറ്റിനെ ഹല്ലേലൂയ നിന്റെ വീടിനകത്തു നിന്ന് പുറത്താക്കണമെങ്കിൽ ഒരു ശക്തി നിന്റെ അകത്ത് വ്യാപരിച്ചാ, ഓ ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ, ഈ ശക്തി നിന്റെ അകത്ത് വ്യാപരിച്ച നാളുകളായി, വർഷങ്ങളായി നിന്നെ വീടിനകത്ത് വട്ടം കറക്കുന്ന ആ ബാധ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ചില ശരീരങ്ങൾക്കകത്ത ശക്തി, ആ ശക്തി വീഴുന്നല്ലോ. ഒരു ദൈവശക്തി ചില ശരീരങ്ങൾക്കകത്ത് അസാധാരണമായ നിലയില് യേശുവിന്റെ നാമത്തിൽ ആ ശക്തി വ്യാപരിക്കുന്നു. വർഷങ്ങളായിട്ട് ഈ ബാധ ഇവളെ കറക്കുക. ഒന്ന് ആരോഗ്യം, രണ്ട് സാമ്പത്തികം, മൂന്ന് മറ്റു പല സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയാതെ ഒരൊഴിഞ്ഞ കോണില്, ഒരൊഴിഞ്ഞ മൂലക്കകത്ത് ഇവളുടെ സ്വപ്നങ്ങൾ, ഇവളുടെ വാഗ്ദത്തങ്ങൾ, ഇവളുടെ നന്മകൾ, ഇവളുടെ ആരോഗ്യം, ഇവളുടെ സമയം, ഇവളുടെ ആരാധന സകലതും കെട്ടിയ ബാധയെ ഓ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പിടിക്കുക. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവശക്തി, ശക്തിയോടെ ഇന്നൊരു ഭയങ്കര ദൈവശക്തി വീഴുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ശക്തിയോടെ 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 ഒരു അസാധാരണമായ ദൈവത്തിന്റെ ശക്തി വീഴുന്നല്ലോ. ഒരു ദൈവശക്തി വീഴുന്നു യേശുവിന്റെ നാമത്തിൽ. ദൈവത്തെ തൊടുന്ന ഒരു സീസൺ, ദൈവത്തെ തൊടുന്ന ഒരു സീസൺ ഇന്നലകളിൽ അനുഭവിക്കാത്ത ഒരു ദൈവശക്തിയായി തൊടുന്നു തൊടുന്നു തൊടുന്നു. ആരൊക്കെയോ ദൈവത്തെ തൊടുകയാ, ആരൊക്കെയോ കർത്താവിനെ തൊടുന്നല്ലോ. എല്ലാവരും ഒന്ന് സാന്നിധ്യത്തെ വഹിച്ചുകൊണ്ട് എല്ലാവരും ആ വരി ഒന്ന് പാടിയാട്ടെ. ദൈവ സാന്നിധ്യത്തിന്റെ അസാധാരണമായ ശക്തി, ദൈവ സാന്നിധ്യം ശക്തിയോടെ, ശക്തി പുറപ്പെട്ടു, ശക്തി പുറപ്പെട്ടു, ശക്തി പുറപ്പെടുന്നു, ശക്തി പുറപ്പെടുന്നു. അങ്ങനെ വലിയൊരു ശക്തി പുറപ്പെടുന്നു, ഒരു അസാധാരണമായ ശക്തി പുറപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ ശക്തി പുറപ്പെടുന്നു. ശക്തി ശക്തി ശക്തി. ചില നുകങ്ങളെ പൊട്ടിക്കുന്ന ദൈവശക്തി, ചില ബാധകൾ ഒഴിയുന്ന ദൈവശക്തി, ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം, ഒരു ദൈവശക്തി. ഒരു ദൈവശക്തി വീഴുന്നല്ലോ. ഇന്നലകളിൽ നീ അനുഭവിക്കാത്ത ഒരു ദൈവശക്തി, ഇന്നലകളിൽ കാണാത്ത ദൈവശക്തി തൊട്ടു കഴിഞ്ഞപ്പോൾ
തൊട്ടു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ശരീരത്തിനകത്ത് വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ നീ തൊടുമ്പോൾ ഒരു ദൈവശക്തി. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവശക്തി വീഴുന്നു. ഒരു ദൈവശക്തി ശക്തിയോടെ നിന്നെ പുറത്തു കൊണ്ടുവരത്തില്ലെന്ന് പറയുന്ന വിഷയത്തിനകത്ത്, നിന്നെ വേരി പിടിപ്പിക്കത്തില്ലെന്ന് പറയുന്ന വിഷയത്തിനകത്ത് ഒരു അസാധാരണ ദൈവശക്തി. യേശുവിന്റെ നാമത്തിൽ തൊടുന്നു തൊടുന്നു തൊടുന്നു. നീ പ്രാപിച്ച ഒരു ദൈവശക്തി വീഴുന്നല്ലോ, തൊടുന്നല്ലോ. ശക്തിയായി ശക്തിയായി ശക്തിയായി. നിന്റെ സ്ഥിതികൾ മാറുന്ന ദൈവശക്തി, നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുന്ന ദൈവശക്തി നിന്റെ വീടിനകത്ത്. ചില ശൂന്യതകളെ പൊട്ടിക്കുന്ന ദൈവശക്തി. ശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ. തൊട്ട് കഴിഞ്ഞ ഹല്ലേലൂയ ഒരു ടച്ചിങ് ചെയ്ത നീ ഒന്ന് ടച്ച് ചെയ്യാൻ റെഡിയാണെങ്കിൽ, ഓ എത്ര പേര് ഇന്ന് പകൽ റെഡിയാണ് ദൈവത്തെ ഒന്ന് തൊടാൻ, ആ കമ്പുരാനെ ഒന്ന് തൊടാൻ. ഹല്ലേലൂയ. തൊടുന്നവന്റെ മേലൊരു ദൈവശക്തി. വർഷങ്ങളുടെ ലിസ്റ്റിനെ പൊട്ടിക്കാൻ, വർഷങ്ങളുടെ ലിസ്റ്റിനെ പൊട്ടിക്കാൻ അഭിഷക്തനെ പരിശുദ്ധാത്മാവനോട് പ്രവചിക്കുന്നു. വർഷങ്ങളായി അടച്ചിട്ട ചില വാഗ്ദത്തങ്ങളെ 2025 തമ്പുരാൻ തുറക്കുകയാണെന്ന് ആത്മാവനോട് പ്രവചിക്കുന്നു. പല വേദികൾക്കകത്തു നിന്നു മാറ്റി നിർത്തിയ വേദികളിൽ ദൈവം നിങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നു. ഈ ശക്തി വീണ പലരും മാറ്റി നിർത്തിയെടുത്ത്, പലരും നിന്നെ ഒഴിവാക്കിയെടുത്ത്. പരിശുദ്ധാത്മാവനോട് പ്രവചിക്കുന്നു. 2026 ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം നിങ്ങളുടെ ലൈഫ് തിരിയുന്ന മാസങ്ങളാണെന്ന് ആത്മാവ് പ്രവചിക്കുകയാ. നിങ്ങളുടെ ഡയറികൾ നിറയുന്നു. പരിശുദ്ധാത്മാവനോട് പ്രവചിക്കുന്നു. 2024 കേട്ട ചില ദൈവശബ്ദം എനിക്കറിയത്തില്ല. ആത്മാവനോട് പ്രവചിക്കാൻ പറയുന്നു. 2004 കേട്ട ദൈവശബ്ദം 2026 ദൈവം നിറവേറുന്ന ഇന്നലകളിൽ രക്തസ്രാവക്കാരി എന്ന് പറഞ്ഞ് പലരും ഒഴിവാക്കി. ഇന്നലകളിൽ രക്തസ്രാവക്കാരി എന്ന് പറഞ്ഞ് പലരും മാറ്റി നിർത്തി. ഹല്ലേലൂയ. ശക്തി പുറപ്പെട്ടാൽ ഹല്ലേലൂയ ഒഴിവാക്കിയിടത്ത് നീ തല ഉയർത്തുന്ന സീസൺ. ശക്തി വെളിപ്പെട്ട ആരൊക്കെയോ ഒഴിവാക്കിയിടത്ത്, ആരൊക്കെയോ വേണ്ടെന്ന് പറഞ്ഞിടത്ത്, ആരൊക്കെയോ മാറ്റി നിർത്തിയിടത്ത് മോനെ നീ പ്രാർത്ഥിച്ചോ. നിന്റെ മേൽ വലിയൊരു ദൈവശക്തി വീഴുന്നു യേശുവിന്റെ നാമത്തിൽ. എനിക്കറിയത്തില്ല നീ ആരാന്ന്, പക്ഷെ ആത്മാവനോട് പ്രവചിക്കുകയാ. ഒരു അസാധാരണമായ ദൈവശക്തി ആരൊക്കെയോ ഒഴിവാക്കിയ ചില മേഖലകളില്, ആരൊക്കെയോ മാറ്റി നിർത്തിയിടത്ത് ഇന്ന് ദൈവം നിന്നെ പ്ലേസ് ചെയ്യിക്കുന്ന പരിശുദ്ധാത്മാവനെ കാണിക്കുന്ന ഒരു കാഴ്ച. ചില വാക്കുകൾ കൊണ്ട് നിന്നെ മാറ്റി നിർത്തിയിടത്ത്,
ഒരു വലിയ മാന്യതയുടെ കിരീടം ദൈവം നിനക്ക് വെക്കുന്നത് പോലെ, ഒരു മാന്യതയുടെ കിരീടം ദൈവം വെക്കുന്നത് പോലെ അസാധാരണമായ ദൈവത്തിന്റെ സാന്നിധ്യം. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു, എവിടൊക്കെയോ കർത്താവിന് ഉപയോഗിക്കാനുണ്ടെന്ന്, എവിടൊക്കെയോ കർത്താവിന് ഉപയോഗിക്കാനുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ, സീസൺ തിരിയുന്നു. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ഒരു ദൈവശക്തി വീഴുന്നല്ലോ, ഒരു ദൈവശക്തി, ഒരു ശക്തി പുറപ്പെടുന്നു. ഈ ശക്തി നിന്റെ വീടിനകത്ത് വെളിപ്പെട്ടാൽ നഷ്ടപ്പെട്ടത് മുഴുവനോ നിന്റെ വീടിനകത്ത് മടങ്ങി വരാൻ. പ്രാർത്ഥിച്ചോ. ആരും കാഴ്ചക്കാരായിരിക്കരുത്. എനിക്കറിയാം ഈ അന്തരീക്ഷം തിരിയുകയാ. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവശക്തിയാ. ഒരു വലിയ മാന്യത യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുന്നല്ലോ. ഒരു വലിയ മാന്യത. എവിടൊക്കെയോ കർത്താവിന് നിന്നെ മാനിക്കുക. പലരും മാറ്റി നിർത്തിയിടത്ത്, പലരും ഒഴിവാക്കിയിടത്ത്, പലരും മാറ്റി നിർത്തിയിടത്ത് ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുക. യേശുവിന്റെ നാമത്തിൽ ആ വീടിനകത്തൊരു ദൈവശക്തി വീഴുന്നു. വർഷങ്ങളായി പിശാച് കെട്ടിയിട്ടത് സ്വർഗത്തിലെ ദൈവം ഇന്ന് തുറക്കുന്നു. നീണ്ട 12 വർഷം ഹല്ലേലൂയ അവരുടെ സ്വപ്നത്തെ മുഴുവൻ ചുരുട്ടിക്കൂട്ടി, അവരുടെ ആഗ്രഹങ്ങളെ മുഴുവൻ ചുരുട്ടിക്കൂട്ടി, ഹല്ലേലൂയ അവരുടെ വാഗ്ദത്തങ്ങളെ മുഴുവൻ ചുരുട്ടിക്കൂട്ടി അമ്മാനമാടിയ പൈശാചിക ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വീകരിക്കോ. അച്ഛാ സ്വീകരിച്ചോ. വലിയൊരു ദൈവശക്തിയാ വീടിനകത്ത് ദൈവം തുറക്കുകയാ. വർഷങ്ങളായി പിശാചിട്ടത് സ്വർഗത്തിലെ ദൈവം ഈ മിനിറ്റ് തുറക്കുന്നു. യേശുവിന്റെ നാമത്തിലൊരു ദൈവശക്തി, യേശുവിന്റെ നാമത്തിലൊരു ദൈവശക്തിയാ, യേശുവിന്റെ നാമത്തിലൊരു ദൈവശക്തി. ശക്തിയോടെ ഇന്നലകളിൽ നിനക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. ഇന്നലകളിൽ നിന്റെ സാമ്പത്തികം മുഴുവനും കൊണ്ടുപോയി. ഹല്ലേലൂയ പലരും ഹല്ലേലൂയ നിന്നെ ഉപയോഗിച്ചു. ഇന്നെവിടെങ്കിലും ചണ്ടിക്കൂമ്പാരമാക്കിയെങ്കിൽ ഓ തമ്പുരാൻ തുറക്കുന്നു. ഹല്ലേലൂയ ദൈവശക്തി. ഓ പദം തൊടുന്നു. ചിലരുടെ ശരീരത്തിൽ അസാധാരണ ദൈവശക്തി. ശക്തി പുറപ്പെട്ടു. എന്നെ ആരാ തൊട്ടത്? ഇന്ന് കർത്താവ് ചോദിക്കുകയാ. ഹല്ലേലൂയ എന്നെ ആരാ തൊട്ടത്? ആവശ്യക്കാരൻ ആരോ എന്നെ തൊട്ടു. തൊടുന്നു. അസാധാരണ ദൈവശക്തി ശക്തിയാണ്. ഒരു വലിയ ദൈവശക്തി വീഴുന്നല്ലോ. രോഗങ്ങൾ സൗഖ്യമാകുന്നു. പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് സ്വർഗത്തിലെ ദൈവം മടക്കി കൊണ്ടുവരികയാണ്.
ഹല്ലേലൂയ. ആവശ്യക്കാരോ എന്നെ തൊട്ടിട്ടുണ്ട്. ആവശ്യക്കാരല്ല, ഒരു പദം കൂടെ ഞാൻ ഇറങ്ങി പറയുക. അത്യാവശ്യക്കാരൻ ആരോ എന്നെ തൊട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്റെ ശരീരത്തു നിന്ന് ഹല്ലേലൂയ ഒരു ശക്തി പോയിട്ടുണ്ട്. എന്റെ ശരീരത്തു നിന്ന് ഒരു ശക്തി പുറപ്പെട്ടിട്ടുണ്ട്. തകർന്ന ആർക്കോ വേണ്ടി, ഉടഞ്ഞ ആർക്കോ വേണ്ടി, ഹല്ലേലൂയ, ഇനി ഇല്ലെന്ന് പറയുന്ന ആർക്കോ വേണ്ടി, അവസാനിച്ചെന്ന് പറഞ്ഞ ആർക്കോ വേണ്ടി ഒരു ദൈവശക്തി, തീർന്നെന്ന് പറഞ്ഞ ആർക്കോ വേണ്ടി ഒരു ദൈവശക്തി ഇന്ന് പകൽ പുറപ്പെടുന്നു. ഈ ശക്തി പുറപ്പെട്ടാൽ നീ ചിലത് ശരീരത്തിൽ അറിയോ. ഓ, ശക്തി വീണ നീ ചിലത് ശരീരത്തിൽ സെൻസ് ചെയ്യോ. നീ ചിലത് ശരീരത്തിൽ അങ്ങനെ ഒരു വലിയ ദൈവശക്തി വീഴുന്നു. ഒരു അസാധാരണമായ ദൈവത്തിന്റെ പവർ യേശുവിന്റെ നാമത്തിൽ ശരീരത്തിൽ ഇപ്പോൾ സെൻസ് ചെയ്യുകയാ. ഒരു വലിയ ദൈവശക്തി വീഴുന്ന ഞാൻ കാണുന്നു. വന്നതുപോലെ അല്ല പോകുന്നത്. ഇരട്ടി പവർ, ഇരട്ടി പവർ, ഇരട്ടി ശക്തി. എല്ലാവരും പ്രാർത്ഥിച്ചേ, എല്ലാവരും പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവശക്തി അനുഭവിക്കണമെന്നുള്ളവര്, ഈ ദൈവശക്തി അനുഭവിക്കണമെന്നുള്ളവര് ഹല്ലേലൂയ പ്രാർത്ഥിച്ചു തുടങ്ങിയ ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം, ഒരു ദൈവശക്തി, ഒരു ദൈവശക്തി. ഹല്ലേലൂയ. വർഷങ്ങളുടെ ചിലതിനെ, വർഷങ്ങൾ കൊണ്ട് സ്വസ്ഥത കെടുത്തുന്ന ചിലതിനെ സ്വർഗത്തിന് ദൈവം ഇന്ന് പകല് വീടിനകത്തു നിന്ന് 2025 നീ കേട്ടത് സംഭവിക്കൂ, നീ കേട്ടത് സംഭവിക്കൂ, നീ കേട്ടത് സംഭവിക്കൂ, നീ കേട്ടത് സംഭവിക്കൂ. ആരാ പറഞ്ഞ നിനക്ക് സൗഖ്യമില്ലെന്ന്? ആരാ പറഞ്ഞത് വിടുതലില്ലെന്ന്? ഹല്ലേലൂയ. ആരാ പറഞ്ഞത് നിന്റെ രക്തസ്രാവം മാറത്തില്ലെന്ന്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ആഗ്രഹിക്ക, നീ റെഡിയാണെങ്കിൽ മാനുഷികമായ വാക്കുകളെ പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ ചില ശാപങ്ങളുടെ കെട്ടുകൾ പൊട്ടുന്നു. തകർന്ന കുടുംബജീവിതത്തെ എനിക്കറിയത്തില്ല, ആത്മാവനോട് പ്രവചിക്കുന്നു. നിന്റെ തകർന്ന അന്തരീക്ഷത്തെ ഈ ദൈവശക്തി പണിയുന്നു. ഈ തകർന്ന അന്തരീക്ഷത്തെ ഈ ദൈവശക്തി പണിയുന്നു. യേശുവിന്റെ നാമത്തിൽ തകർന്ന അന്തരീക്ഷം മധ്യസ്ഥങ്ങളെ, ഈ ശക്തിക്ക് ചിലത് വീടിനകത്ത് വിളിച്ചു കൊണ്ടുവരാൻ കഴിയോ? ഈ ദൈവശക്തിക്ക് ഹല്ലേലൂയ ചിലതിനെ കൊണ്ടുതരാൻ കഴിയുമെന്ന്. ഇന്നലകളിൽ നിരാശപ്പെട്ടത്, ഇന്നലകളിൽ വേദനിച്ചത്, ഇന്നലകളിൽ തലകുനിച്ചത്, ഇന്നലകളിൽ മാറി നിന്നതിന് ഈ ദൈവശക്തിക്ക് യേശുവിനെ തൊടാൻ റെഡിയാണോ? യേശുവിനെ തൊടാൻ റെഡിയാണോ? യേശുവിനെ തൊടാൻ മനസ്സുണ്ടോ? എത്ര പേർ ഇന്ന് പകൽ റെഡിയോ?
എനിക്കറിയാം ചിലരുടെ ശരീരത്തിലൊക്കെ വഹിക്കാൻ കഴിയാത്ത ദൈവശക്തി വീഴുന്ന ഞാൻ ആത്മാവിൽ കാണുകയാണ്. വഹിക്കാൻ കഴിയാത്ത ദൈവശക്തി. വർഷങ്ങൾ കൊണ്ട് നിന്റെ വീടിനകത്ത്, വർഷങ്ങൾ കൊണ്ട് നിന്റെ വീടിനകത്ത് ഹല്ലേലൂയ പിശാചിടുന്ന സകല പ്രശ്നങ്ങളെയോ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം പരിഹരിക്കാൻ തുടങ്ങുകയാ. ഇന്ന് പകൽ ദൈവം പരിഹരിക്കാൻ തുടങ്ങുകയാ. ഓ ഹല്ലേലൂയ. വർഷങ്ങളായി നിനക്ക് കാണാൻ കഴിയാത്ത വാഗ്ദത്തങ്ങളെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ തുറക്കുകയാ. യേശുവിന്റെ നാമത്തിൽ അലസാതെ സ്വീകരിച്ചു. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം തുറക്കുന്നു. തൊടുക, തൊടുക. ഓ അവന്റെ വസ്ത്രത്തിൽ തൊട്ടാൽ, അവന്റെ വസ്ത്രത്തിൽ തൊട്ടാൽ, അവന്റെ വസ്ത്രത്തിൽ തൊട്ടാൽ, അവന്റെ വസ്ത്രത്തിൽ തൊട്ടാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. തൊട്ടാൽ ഹല്ലേലൂയ. തൊടണമെന്ന് ഉറപ്പിച്ചാ വന്നേ. എങ്ങനെങ്കിലും എങ്ങനെങ്കിലും എന്നെ ഇങ്ങോട്ട് വന്ന് തൊടുവോന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എങ്ങനെങ്കിലും ഞാൻ തൊട്ടാൽ, ഇന്നലകളിൽ ഞാൻ അനുഭവിക്കുന്ന വേദനയ്ക്ക്, ഇന്നലകളിൽ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നത്തിന്, ഇന്നലകളിൽ ഞാൻ അനുഭവിക്കുന്ന കണ്ണുനീരിന് ഹല്ലേലൂയ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകൂ. ഈ നവംബർ മാസം 1-ാം തീയതി ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ രമണി എന്നൊരു പേരിനെ കാണിക്കുന്നു. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പേരോ നിങ്ങളുടെ വീടിനകത്തോ നിങ്ങളുമായി കണക്റ്റായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന് അങ്ങനെ ഒരു പേര് കാണിച്ചിട്ട് ഇങ്ങനെ പദം പറയുന്നു. ആത്മഹത്യയുടെ വക്കിനകത്തേക്ക് അവരെ കൊണ്ടുചെന്ന് ഹല്ലേലൂയ ചില രോഗങ്ങളിട്ട് മാനസികമായി അവരെ തകർക്കാൻ നോക്കുന്ന ഒരു പൈശാചിക കുടിയിരിപ്പ് അവരുടെ വീടിനകത്ത് നിന്ന് സ്വർഗത്തിലെ ദൈവം ഈ കൂട്ടായ്മയിൽ അഴിക്കുന്നെന്ന് തൊടുക. ഹല്ലേലൂയ. ആ ഭാഗം നിങ്ങൾ വീട്ടിൽ പോന്നൂടെ വായിക്കണം. തൊടുക. എനിക്കറിയാം ഇവിടെ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം നിങ്ങളുടെ വീടുകൾക്കകത്ത് വെളിപ്പെടും, നിങ്ങളുടെ വ്യക്തിപരമായ ലൈഫിൽ വെളിപ്പെടും. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഈ പദം ചലിക്കും. ഹല്ലേലൂയ. അതൊരു വെറും പദമല്ല, അതൊരു വെറും പദം വാക്കല്ല. തൊടുക. ഹല്ലേലൂയ. ഇന്നലെ വരെ പല ഡോക്ടർമാരുടെ മുന്നിൽ താൻ ചെന്ന് തലകുനിച്ചു നിന്നു. അവരൊക്കെ തൊട്ട് പരിശോധിച്ചു. അവരൊക്കെ ഹല്ലേലൂയ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാമോ അത് മുഴുവനും ചെയ്ത് ഹല്ലേലൂയ ഹല്ലേലൂയ പരിശോധിച്ചിട്ട് പറഞ്ഞു വിട്ടു. പക്ഷെ അവരെ ആരെയും തൊടണമെന്ന് ഈ സ്ത്രീക്ക് തോന്നിയോ? ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? യേശുവിനെ പറ്റിയുള്ള വർത്തമാനം അവൾ കേട്ടു. അവിടെ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നേ, വർത്തമാനം അവൾ കേട്ടു. എന്താ? യേശു രക്ഷിക്കുന്നു, യേശു സൗഖ്യം കൊടുക്കുന്നു, യേശു മൂടന്തനെ സൗഖ്യമാക്കുന്നു, യേശു ഹല്ലേലൂയ ചെകിടനെ സൗഖ്യമാക്കുന്നു, യേശു ഊമനെ സൗഖ്യമാക്കുന്നു. അങ്ങനെയാണെങ്കിൽ പല വൈദ്യന്മാരും എന്നെ ആ വട്ട് തട്ടിയ വിഷയത്തിനകത്ത് ഹല്ലേലൂയ എനിക്ക് മറുപടി ഉണ്ട്.
യേശുവിനൊന്നും കൊടുക്കണ്ട. ഹല്ലേലൂയ, ഒന്നും കൊടുക്കണ്ട. പക്ഷെ സാന്നിധ്യത്തെ ഒന്ന് സ്വീകരിക്കാൻ റെഡിയാകണം. ഈ സാന്നിധ്യത്തിനകത്തൊന്ന് ചേർന്ന് വസിക്കാൻ റെഡിയാകണം. ഹല്ലേലൂയ. ഈ പല വൈദ്യന്മാർ കൊടുത്ത് സകലതും കൊണ്ടുപോയി തീർന്നു. പക്ഷെ ഇവിടെ ഒന്നും കൊടുത്തില്ല. വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊട്ടതേയുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമനുഷ്യന്മാർ തെരുവിലൂടെ നടന്നു പോകുമ്പോ അവര് പറയുക, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് തരാനുള്ളത്. അങ്ങനാണെങ്കിൽ ഇന്ന് ഞാൻ പറയട്ടെ, നിന്റെ കർത്താവിന് നിന്റെ പണം വേണ്ട. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് നിന്റെ വസ്തു വേണ്ട. ഹല്ലേലൂയ. തൊടാൻ റെഡിയായ ഒരു മനസ്സു മതിയെന്ന്. തൊടാൻ റെഡിയായ ഒരു മനസ്സു മതി. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി. ചിലര് പറയും, ഹല്ലേലൂയ, കർത്താവേ നീ എനിക്ക് വേണ്ടി ഇത് ചെയ്തു തന്ന, ഞാൻ നിനക്ക് വേണ്ടി ഇന്നതങ്ങ് ചെയ്യാം. ഹല്ലേലൂയ. നിന്റെ കയ്യിലുള്ളതല്ല ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ. ഒന്ന് തൊടാനുള്ള മനസ്സ്. എനിക്കറിയത്തില്ല ദൈവമക്കളെ, ആ പദം ഭയങ്കരമായിട്ട് കിടന്ന് ഈ അന്തരീക്ഷത്തെ ലോക്ക് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. തൊടുക. ഹല്ലേലൂയ. തൊടാൻ ഒരു വ്യവസ്ഥയില്ല സ്ത്രീക്ക്. ഹല്ലേലൂയ. ഇവള് ചെല്ലുന്ന കണ്ട ആ പരിസരത്ത് ഒരു മനുഷ്യൻ ഒരുപക്ഷെ ഇവളെ നിർത്തത്തില്ല. സമൂഹത്തിലെല്ലാം ഒറ്റപ്പെട്ട സാഹചര്യം, സമൂഹത്തിൽ തലകുനിയുന്ന സാഹചര്യം. ഇന്ന് പരിശുദ്ധാത്മ പ്രവചിക്കുകയാ, ഇല്ല, ഹല്ലേലൂയ, തലകുനിയത്തില്ല, തലകുനിയത്തില്ല, തലകുനിയത്തില്ല. ദൈവം ഹല്ലേലൂയ നിന്റെ തലയെ ഉയർത്തുന്ന ഒരു സീസൺ ഉണ്ട്. നിന്റെ തലയെ ഉയർത്തുന്ന ഒരു സീസൺ ഉണ്ട്. ദൈവം നിന്റെ തലയെ ഉയർത്തുന്ന, ദൈവം നിന്റെ തലയെ മാനിക്കുന്ന. തൊടുക, തൊടുക. ഒരു വലിയ ദൈവശക്തി അത്രയും പേർ കൂടി നിന്നടത്ത് മുട്ടിയവർക്ക് വേണ്ടിയോ തട്ടിയവർക്ക് വേണ്ടിയോ ആർക്കും വേണ്ടി ആ ദൈവശക്തി വെളിപ്പെട്ടില്ല. കാരണം അത്യാവശ്യക്കാരിയായിട്ട് വന്നത് ഈ സ്ത്രീയെ ഉള്ളായിരുന്നു. ഇന്ന് എത്ര പേര് അത്യാവശ്യത്തോടെ വന്നവരുണ്ട്? ഹല്ലേലൂയ. അത്യാവശ്യമായിട്ട് പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു, എനിക്ക് വിടുതൽ വേണമെന്നും പറഞ്ഞ്. ഹല്ലേലൂയ. കർത്താവ് അവരെ തൊടാൻ തുടങ്ങുക. കർത്താവ് അവരെ തൊടാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. തൊട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത സെക്കൻഡിൽ ദൈവശക്തി വെളിപ്പെടുന്നു. അടുത്ത മിനിറ്റിൽ ഇവിടെ ശരീരത്തിൽ സെൻസ് ചെയ്യും. എല്ലാ മിനിറ്റുകൾക്കുള്ളിൽ തൊട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയില്ല. ഹല്ലേലൂയ. മിനിറ്റുകൾക്കുള്ളിൽ ഒരു പ്രവചന ശബ്ദം ഞാൻ കൈമാറട്ടെ. നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ, നീ ഇവിടെ ഇരുന്ന് ദൈവശക്തി അനുഭവിക്കുമ്പോൾ, നീ ഇവിടെ ഇരിക്കുന്ന ദൈവകൃപ അനുഭവിക്കുമ്പോൾ, ഈ മിനിറ്റിൽ നീ കാണാത്ത ചില വിടുതലുകൾ, ഈ മിനിറ്റിൽ നിനക്ക് ചെന്നെത്താൻ പറ്റാത്തോടത്ത് ചില ദൈവപ്രവർത്തികൾ, കർത്താവ് അത് ചെയ്യാൻ തുടങ്ങുകയാ. ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോ ഒറ്റ ഭാഗം കൂടെ പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കാൻ തുടങ്ങുകയാണ്, പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. പുരുഷാരത്തിന്റെ മുന്നിൽ കൂടെ അല്ല വന്നത്, പുറകിൽ കൂടെ വരുക. കാരണം മുന്നിൽ കൂടെ വരാൻ പറ്റത്തില്ല. പുറകിൽ കൂടെ വന്ന്
ഹല്ലേലൂയ. അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി, അവൾ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ട എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു. ഇത്രയും സംഭവം നടക്കുമ്പോൾ ഈ സ്ത്രീ വെളിയിലൊന്നും വന്നില്ല. അത് കഴിഞ്ഞ് യേശു ചോദിക്കുന്നു, ആരാണ് എന്നെ തൊട്ടത്? ഇതെല്ലാം കഴിഞ്ഞപ്പോൾ, ഈ വസ്തുതകളെല്ലാം മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇവള് മുന്നിലേക്ക് വരുന്നൊരു സമയമുണ്ട്. അതിൻ്റെ 34 വാക്യം വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, അവൻ അവളോട് 33 വരുമ്പോൾ വായിക്കുന്നു, സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ട് വിറച്ചും കൊണ്ട് വന്ന് അവൻ്റെ മുൻപിൽ വീണ് വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. ഹല്ലേലൂയ. പുറകെ കൂടെ വന്ന് തൊടുന്നു, പുറകെ കൂടെ വന്ന് തൊടുന്നു. പക്ഷേ അന്തരീക്ഷം തിരിഞ്ഞപ്പോ, സാഹചര്യം തിരിഞ്ഞപ്പോ പുറകിൽ വന്നവൾ ഇപ്പം പുറകിലാ വന്ന് നിന്നേ. പുറകിൽ കൂടെ വന്നവള് അന്തരീക്ഷം തിരിഞ്ഞപ്പോൾ ഇപ്പൊ മുന്നിൽ നിൽക്കുകയാ. ഹല്ലേലൂയ. മുന്നിൽ വന്ന് നിന്നായിരുന്നെങ്കിൽ എല്ലാരും പറഞ്ഞേനെ, ഹല്ലേലൂയ, നിന്നെ കൊണ്ട് പറ്റത്തില്ല, നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, നിനക്ക് യേശുവിനെ കാണാൻ പറ്റത്തില്ല. പക്ഷെ പുറകിലാ വന്ന് നിന്നത്. നീ ഇപ്പൊ ഒത്തിരി ബാക്കിലാ, പക്ഷെ നിന്നെ മുന്നിലാക്കുന്ന ഒരു സമയമുണ്ട്. നീ മുന്നിൽ വരുന്ന ഒരു സമയമുണ്ട്. നീ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സമയം. പുറകെ നിൽക്കുന്ന ആരൊക്കെയോ ഇന്ന് പകൽ മുന്നിൽ കയറി നിൽക്കുകയാ. ഹല്ലേലൂയ. പുറകെ നിന്ന ആരെയോ തമ്പുരാൻ ഇന്ന് മുന്നിലാക്കുന്ന. പുറകിൽ വന്ന തൊട്ടത്. പക്ഷെ അല്പ മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന പുരുഷാരത്തിന്റെ എല്ലാം മുന്നില് അവളൊരു സാക്ഷ്യമായി തീരുകയാ. ശക്തി നിന്റെ മേൽ വീണ, ഈ ശക്തി നിന്റെ മേൽ വീണ, നീ പട്ടണത്തിനകത്തൊരു സാക്ഷ്യമാകുമെന്ന്, നീ ദേശത്തൊരു സാക്ഷ്യമാകുമെന്ന്, നീ സമൂഹത്തിലൊരു സാക്ഷ്യം. അപമാനിക്കപ്പെട്ടവളെന്ന് പറഞ്ഞെടുത്ത്, പരിഹസിക്കപ്പെട്ടെന്ന് പറഞ്ഞെടുത്ത്, നിന്ദിച്ചെന്ന് പറഞ്ഞെടുത്ത് ദൈവം നിന്നെ ഒരു സാക്ഷ്യമാക്കി. അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ഹല്ലേലൂയ. അപമാനിക്കപ്പെട്ടെന്ന് പറഞ്ഞെടുത്ത് ദൈവം നിങ്ങളെ ഒരു സാക്ഷ്യമാക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. നിന്ദിക്കപ്പെട്ടെന്ന് പറഞ്ഞ മണ്ണിനകത്ത്, ഹല്ലേലൂയ, നിന്ദിക്കപ്പെട്ടെന്ന് പറഞ്ഞ ദേശത്ത്, നീ ഇല്ലെന്ന് പറഞ്ഞെടുത്ത് ദൈവം നിന്നെ എവിടൊക്കെയോ ഒരു അത്ഭുതമാക്കുവാൻ. അവിടെ നിന്നെ ആരും അത്ഭുതമായില്ല, പക്ഷെ നീണ്ട വർഷങ്ങളായി കഷ്ടം അനുഭവിച്ചവർ, ആ പുരുഷാരത്തിന്റെ കൂട്ടത്തിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആരും അത്ഭുതമായില്ല, പക്ഷെ തൊട്ടവൾ അത്ഭുതമായി, തൊട്ടവൾ അത്ഭുതമായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ, ഹല്ലേലൂയ, നീ തൊടാൻ റെഡിയാണെങ്കിൽ അടുത്ത മിനിറ്റുകൾ നീ ഒരു അത്ഭുതമാകാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ, ഒരു അത്ഭുതമാകാൻ തുടങ്ങുകയാ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോ, നീ ഒരു അത്ഭുതമാകുവാൻ. തൊട്ടവകൾ അത്ഭുതമായി പേടിച്ച. ഹല്ലേലൂയ. അത്രയും പുരുഷാരത്തിന്റെ ഇടയിൽ കൂടെ എങ്ങനെ ചെന്ന് തൊട്ട്. ഹല്ലേലൂയ. ഏന്തി വലിഞ്ഞ്
കിട്ടിയത് എത്തിപ്പിടിച്ചു വസ്ത്രത്തിന്റെ തൊങ്ങലില. കൈ പിടിക്കാൻ പറ്റിയില്ല. വസ്ത്രത്തിന്റെ ഒരു അറ്റവാ കിട്ടിയത്. പിടിച്ച കർത്താവിനെ വിട്ടുകളയരുത്. പിടിച്ച സാന്നിധ്യത്തെ വിട്ടുകളയരുത്. പിടിച്ച സാന്നിധ്യത്തെ ഒന്നുകൂടെ മുറുകെ പിടിച്ചോ. പട്ടണത്തിനകത്ത് നീ അത്ഭുതമാകൂ. സാഹചര്യം പറയും വെറുതെയാ, സാധ്യതകൾ പറയും വെറുതെയാ. എത്ര പേര് ഇന്ന് പകൽ ആ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? പിടിച്ചത്. എനിക്കിങ്ങനെ ചിന്തിക്കുക, ആ സ്ത്രീ വന്നത് ഇന്നുകൊണ്ട് എനിക്ക് പരിഹാരം വേണമെന്നും പറഞ്ഞ, ഇന്നുകൊണ്ട് എനിക്ക് വിടുതൽ വേണമെന്നും പറഞ്ഞ. ഹല്ലേലൂയ. ഇന്ന് പകൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാ, നിന്റെ വിഷയത്തിന് ഇന്നൊരു പരിഹാരം. ശക്തി പുറപ്പെട്ടു. ഇന്ന് കർത്താവ് ആ ശക്തിയെ ഇതിനകത്ത് തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. ശക്തി അനുഭവിക്കേണ്ടത്. ഈ വർഷങ്ങളായ ഈ ബാധ ഒഴിയണമെങ്കിൽ ഈ ശക്തി നിങ്ങൾ അനുഭവിക്കണം. ഈ ശക്തി നിങ്ങൾ അനുഭവിക്കണം. ഹല്ലേലൂയ. ചിലതൊക്കെ മാറണമെങ്കിൽ ഈ ദൈവശക്തി നിന്റെ അകത്ത് വീഴണം. ഒന്നുകൂടെ ഞാൻ ഇറങ്ങി പറയട്ടെ. ഹല്ലേലൂയ. ചിലതൊക്കെ വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ, ചിലതൊക്കെ നിന്നെ ഇത്തിളുപോലെ പിടിക്കുന്നുണ്ടെങ്കിൽ, എവിടെയോ ദൈവശക്തി അനുഭവിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. ഇന്ന് പകൽ പ്രാർത്ഥിച്ചിട്ട് പറയണം, കർത്താവേ, ഈ പകൽ എൻ്റെ മേ ആ ദൈവശക്തിയെ ഒന്നുകൂടെ, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയെ എൻ്റെ അകത്തേക്ക് ഒന്നുകൂടെ ഒന്ന് തുറക്കുക. ദൈവശക്തി ഉണ്ടെങ്കിൽ ഈ ശക്തി വീടാൻ ചിലതൊക്കെ നടക്കുമെന്ന്, ചിലതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അതുകൊണ്ടല്ലേ പഴയ നിയമപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഏലിയാവിനോട് എലീശ പറഞ്ഞത്, എനിക്ക് ശക്തി മതി. ദൈവമനുഷ്യനെ, നിന്നെ കാട്ടിലും വലിയ ശക്തി മതി എനിക്ക്. വസ്തു ചോദിച്ചില്ല, സാമ്പത്തികം ചോദിച്ചില്ല, മറ്റൊന്നും ചോദിച്ചില്ല. ശക്തി. ഈ ദൈവശക്തിക്ക് ഒരു സാധ്യതയില്ലെങ്കിലും, ഒരു സാഹചര്യമില്ലെങ്കിലും, നിന്റെ അകത്ത് ദൈവശക്തി കത്താൻ തുടങ്ങിയ, നിന്റെ അകത്ത് ദൈവശക്തി വെളിപ്പെടാൻ തുടങ്ങിയ, ഹല്ലേലൂയ, നീ ചിലടത്തൊക്കെ പരാജയപ്പെടുമെന്ന് പറയുന്നിടത്ത് ഹല്ലേലൂയ, നീ എഴുന്നേറ്റു നിൽക്കും. കർത്താവ് വലിയ ദൈവശക്തിയെ നിറയ്ക്കാൻ തുടങ്ങുക. വലിയ ദൈവശക്തി. ഒന്ന് പ്രാർത്ഥിച്ചേ നിങ്ങൾ. കർത്താവ് ഒരു പ്രത്യേക നിയോഗം തരുന്നു. ഒരു മിനിറ്റ് നിങ്ങളുടെ കണ്ണുകളെല്ലാം ഒന്ന് അടച്ച് പ്രാർത്ഥിച്ചേ. ശക്തി പുറപ്പെട്ടു. ശക്തി പുറപ്പെട്ടു. എനിക്ക് ആ ശക്തിയൊന്ന് വേണമെന്ന്, എനിക്ക് ആ ശക്തിയൊന്ന് വേണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വിടുതല്, ഒരു സൗഖ്യം, എൻ്റെ സ്ഥിതികൾ മാറുവാൻ ആ ശക്തി. ഞാൻ തൊടാൻ റെഡിയാ. എനിക്കറിയാം ചിലർക്കെല്ലാം വലിയ ദൈവ സാന്നിധ്യം വീഴുന്നുണ്ട്. ഈ ശാന്തമായ അന്തരീക്ഷത്തിനകത്ത് ശക്തമായ ആത്മാവിന്റെ സവരോട് പറഞ്ഞത്,
തൊടുക. അവനെ തൊട്ടാൽ, ഞാൻ എഴുതി വെച്ച മെസ്സേജ്, കൊണ്ടുവന്ന മെസ്സേജ് ഒന്നും തന്നെ പൂർത്തീകരിക്കാൻ പറഞ്ഞില്ല. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, ആ പദം തന്നെ പറ, തൊട്ടാൽ. തൊട്ടാൽ ക്ഷണത്തിൽ ചിലത് സംഭവിക്കും. തൊട്ടാൽ നിങ്ങൾ എത്ര പേർ ആ സാന്നിധ്യത്തെ ഒന്ന് സ്വീകരിക്കുന്നുണ്ട്? തൊട്ടാൽ ഇന്നലകളിൽ അനുഭവിച്ച വേദനകൾ മാറും. തൊട്ടാൽ ഇന്നലകളിൽ അനുഭവിച്ച കഷ്ടത മാറും. തൊട്ടാൽ ഇന്നലകളിൽ അനുഭവിച്ച സമാധാന കേടുകൾ, ഇന്നലകളിൽ നിന്റെ ഉറക്കത്തെ കെടുത്തിയ വിഷയം, ഇന്നലകളിൽ നിന്റെ ഹല്ലേലൂയ തകർച്ചയ്ക്ക് കാരണമായത്, ഇന്നലകളിൽ നിന്റെ ഹല്ലേലൂയ എത്രയോ വർഷങ്ങൾ ഈ സഹോദരി പലരുടെ ഇടയിൽ നിന്ന് മാറി നിന്നു. ഒരു പക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കും, അവിടെ നല്ല ഒരു യൗവനകാലം മുഴുവനും പിശാച് കാർന്നു കൊണ്ടുപോയ നിന്റെ ദിവസങ്ങളെ, പിശാച് കാർന്നു കൊണ്ടുപോയ നിന്റെ ആണ്ടുകളെ, സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ മടക്കി തരികയാ. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? പിശാച് നഷ്ടപ്പെടുത്തിയത് ഇന്ന് സ്വർഗത്തിലെ ദൈവം മടക്കി. പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, ചില വർഷങ്ങൾ നീണ്ട വർഷങ്ങൾ പിശാച് കാർന്നുകൊണ്ട് പോയത് ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം മടക്കി. ഒരു കാറ്റടിക്കുന്നത് പോലെ ഒരു ദൈവശക്തി, ഒരു കാറ്റടിക്കുന്നത് പോലെ ഒരു ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ. പ്രാർത്ഥിച്ചോ. ഒരു കാറ്റടിക്കുന്നത് പോലെ ഒരു ദൈവശക്തി വീഴുന്നു യേശുവിന്റെ നാമത്തിൽ. ഈ ദൈവശക്തിയാ പ്രാർത്ഥിച്ചു. മാതാവേ, കർത്താവ് സൗഖ്യമാക്കാൻ തുടങ്ങുക. പരിശുദ്ധാത്മാ തൊടുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചാണ്ടിരുന്നാട്ടെ. ഈ മിനിറ്റുകൾ എല്ലാവരും ശരീരത്തിനകത്തൊരു വലിയ ദൈവ സാന്നിധ്യം വീഴുന്നല്ലോ. വർഷങ്ങളായി നിന്റെ കാലുകളെ ഉറപ്പിക്കാതെ, കൈകാലുകളെ ശോഷിപ്പിച്ച്, കൈകാലുകളെ ബന്ധിച്ച് ഒരു തൊടുന്നു ഒരു രോഗിയാക്കുന്ന കെട്ട് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് സൗഖ്യമാകുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ഷിവറിങ്ങുകൾ സ്റ്റോപ്പ് ആകട്ടെ. ഷിവറിങ്ങുകൾ സ്റ്റോപ്പ് ആകട്ടെ. ഷിവറിങ്ങുകൾ സ്റ്റോപ്പ് ആകട്ടെ. അമ്മച്ചി, കർത്താവ് വലിയൊരു സൗഖ്യം തരിക. എഴുന്നേറ്റോ, വീഴത്തില്ല. കർത്താവ് സൗഖ്യമാക്കാൻ തുടങ്ങുക. വിശ്വാസമുണ്ടോ? കർത്താവ് ഇപ്പൊ സൗഖ്യമാക്കും. യേശുവേന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവേന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചോ. കർത്താവ് ഇപ്പൊ ഭയങ്കരമായിട്ട് തൊടുക.
കൂനിയായ സ്ത്രീയെ നിവർത്തിയ ദൈവശക്തി ഈ ശരീരത്തിലേക്ക് തനിയെ നടക്കുവാൻ കഴിയാതെ ഇവരുടെ കാലുകളെ ബലഹീനപ്പെടുത്തുന്നത് ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവ് സൗഖ്യമാകുന്നു. ഓരോ നടന്നു. യേശു സൗഖ്യമാക്കുക. നടന്നു. വീഴത്തില്ല. കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ. ഓഹോ, തനിയെ നടന്നോ, വീഴത്തില്ല. കർത്താവ് ഈ മിനിറ്റുകളിൽ സൗഖ്യമാകുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവശക്തി. ധൈര്യമായിട്ട് നടന്നോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് തൊടുന്നല്ലോ. സ്പീഡായിട്ട് നടന്നോ. കർത്താവ് സൗഖ്യമാകുന്നു. യേശുവിന്റെ നാമത്തിൽ. നീണ്ട വർഷങ്ങളായി സ്വസ്ഥമായ ആരോഗ്യത്തോടെ ഇരിക്കുവാൻ കഴിയാതെ ഈ വിരലുകൾ നിവരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ വിരലുകളിൽ ഒരു ദൈവശക്തി തൊടട്ടെ, നിവർന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ സഭ പ്രാർത്ഥിച്ചേ. ഈ വിരലുകൾ ഇപ്പോൾ സൗഖ്യം. ഈ വിരലുകളിൽ ഒരു സാന്നിധ്യം ഇറങ്ങട്ടെ. വിരൽ നിവർത്തിക്കേ. കർത്താവ് സൗഖ്യമാകുന്നു. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച് കരമടിച്ച് നോക്കിക്കേ. കരമടിച്ച് യേശുവിന്റെ നാമത്തിൽ ഈ കരത്തിനകത്തേക്ക് ഞാൻ സൗഖ്യത്തെ വിളിച്ചു വരുത്തുന്നു. യേശുവേ എന്നൊന്ന് വിളിക്കാം. യേശുവേ. കർത്താവേ, മാതാവിന്റെ മേൽ ശക്തി വെളിപ്പെടട്ടെ. ഞാൻ ബ്ലസ് ചെയ്യുന്നു. ശക്തി പുറപ്പെട്ടു. ഒരു നിമിഷം നിങ്ങൾ ഇരിക്കുന്ന ഈ സ്ഥാനങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ.